ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് പഠിക്കേണ്ടത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ആവറേജ് എന്ന ചാപ്റ്ററാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. ചിൽഡ്രൻ ഇൻ ക്ലാസ് 6A ഡിസൈഡഡ് ടു റേസ് 1000 rupees ടു ബൈ ബുക്സ് ഫോർ ദ ലൈബ്രറി. എന്താണ് 6ാം ക്ലാസ്സിലെ 6Aയിലെ കുട്ടികൾ ബുക്സ് വാങ്ങാനായിട്ട് തീരുമാനിച്ചു. ലൈബ്രറിയിലെത്തേക്ക് ബുക്സ് വാങ്ങാനായിട്ട് തീരുമാനിച്ചു. അവരെല്ലാം കൂടെ ചേർന്ന് 1000 രൂപയാണ് റൈസ് ചെയ്യേണ്ടത്. ദർ ആർ 40 ചിൽഡ്രൻ ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. ആൻഡ് ദേ ഡിസൈഡഡ് ദാറ്റ് ഓൾ ഓഫ് ദം ഷുഡ് ഗീവ് ദ സെയിം എമൗണ്ട്. എല്ലാവരും ഒരേ രൂപ തന്നെ നൽകണമെന്ന് അവർ തീരുമാനിച്ചു. ഹൗ മച്ച് ഷുഡ് ഈച്ച് ഗീവ്? ഓരോരുത്തരും എത്ര രൂപയാണ് നൽകേണ്ടത്? മൊത്തം 1000 രൂപയാണ് അവർക്ക് റേസ് ചെയ്യേണ്ടത്. അവർ എല്ലാവരും കൂടെ എത്ര പേരുണ്ട്? 40 പേരുണ്ട്. അപ്പോൾ ഒരാൾ എത്ര രൂപ വെച്ചാണ് ഇടേണ്ടത്? അപ്പോൾ 1000 രൂപ 40 പേര് തമ്മിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത്രയും രൂപയാണ് ഓരോരുത്തരും ഇടേണ്ടി വരിക അല്ലേ? അത് മനസ്സിലാക്കണം. ആദ്യത്തെ സ്റ്റെപ്സ് നോക്കാം. മണി റേസ്ഡ്. എത്ര രൂപയാണ് റേസ് ചെയ്തത്? 1000. നമ്പർ ഓഫ് ചിൽഡ്രൻ. എത്ര കുട്ടികളുണ്ട്? 40. ഈച്ച് ഷുഡ് ഗീവ്. ഓരോരുത്തരും എത്ര രൂപ നൽകണം? 1000 ഡിവൈഡഡ് ബൈ 40. ഇപ്പോൾ 1000 മുകളിൽ 40 താഴെ. 1000ന് 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം ആദ്യം 1000ൻ്റെ ഒരു സീറോയും 40യിലെ ഒരു സീറോയും കട്ട് ചെയ്ത് കളയണം. പിന്നെ ഈക്വൽ ആയിട്ടുള്ള സീറോസാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. 40യിലെ ഒരു സീറോയെ കട്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് 1000ലെയും ഒരു സീറോനെ നമ്മൾ വെട്ടിക്കളഞ്ഞത്. അപ്പോൾ ഇനി ബാക്കി 100 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. 100 ബൈ 4 ചെയ്യാൻ നേരം എത്ര കിട്ടും? 25 കിട്ടും. 100 4 കൊണ്ട് ചെയ്യുമ്പം 4ൻ്റെ ടേബിളിൽ 4 × 2 ആണ് 8. ദെൻ 2 ബാലൻസ് വരും. 0 താഴേക്ക് ഇറക്കും. 20 ആവും. 4ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 20? 5ലാണ് 20. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 4 25 കിട്ടും. അപ്പോൾ ഈച്ച് ഷുഡ് ഗീവ്. ഓരോ കുട്ടികളും എത്ര രൂപ നൽകണം? 1000 ഡിവൈഡഡ് ബൈ 40 ഈസ് ഈക്വൽ ടു 25 റുപ്പീസാണ് ഓരോ കുട്ടികളും നൽകേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദർ ആർ 30 ചിൽഡ്രൻ ഇൻ ക്ലാസ് 6B. 6Bയിൽ മൊത്തം 30 കുട്ടികളുണ്ട്. ദേ റേസ്ഡ് 1200 rupees ഫോർ മെഡിക്കൽ ഫണ്ട്. മെഡിക്കൽ ഫണ്ടിന് വേണ്ടി അവർ 1200 രൂപ റേസ് ചെയ്തു. ക്യാൻ യു കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈച്ച് ഗേവ്? ഓരോരുത്തരും എത്ര രൂപയാണ് നൽകിയതെന്ന് പറയാമോ എന്നാണ്. എല്ലാവരും ഈക്വൽ ആയിട്ടാണ് നൽകിയതെങ്കിൽ ഓരോരുത്തരും എത്ര രൂപ നൽകി? അവർ മുഴുവനായിട്ട് 1200 രൂപ റേസ് ചെയ്തു. എത്ര പേര് ചേർന്നാണ്? 30 പേര് ചേർന്നാണ്. അപ്പോൾ ഓരോരുത്തർ എത്ര രൂപയാണ് ഇടേണ്ടത്? 1200 ഡിവൈഡഡ് ബൈ 30 രൂപയാണ് ഓരോ കുട്ടികളും നൽകിയത്. മണി റേസ്ഡ് ഈസ് ഈക്വൽ ടു 1200. എത്ര രൂപയാണ് റേസ് ചെയ്തതെന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്പർ ഓഫ് ചിൽഡ്രൻ. എത്ര കുട്ടികളുണ്ട്? 30. മണി ഈച്ച് ഗേവ്. ഓരോരുത്തരും എത്ര രൂപ നൽകി? 1200 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 30യിലെ ഒരു സീറോയും 1200ലെ ഒരു സീറോയും തമ്മിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ 1000 ഡിവൈഡഡ് ബൈ 30 എന്നുള്ളതിനെ ഈ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതണം. എന്നിട്ട് മുകളിലുള്ള ഒരു സീറോയും താഴെയുള്ള ഒരു സീറോയും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് 120 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. 120 ഡിവൈഡഡ് ബൈ 3 എങ്ങനെ ചെയ്യും? 3യുടെ ടേബിളിൽ എപ്പോഴാണ് 12 ഉള്ളതെന്ന് ആദ്യം നോക്കണം. 4ലാണ് 12 ഉള്ളത്. അപ്പോൾ 0 വരും. റിമൈൻഡർ പിന്നെ ഒരു 0 കൂടെ ഉണ്ട്. അതുകൂടെ മുകളിൽ പോകുമ്പോൾ ആൻസർ 40 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മണിക്കുട്ടൻ സപ്ലൈസ് മിൽക്ക് ടു ദ സൊസൈറ്റി ഈച്ച് ഡേ. മണിക്കുട്ടൻ ഓരോ ദിവസവും സൊസൈറ്റിയിൽ പാല് കൊടുക്കും. ലാസ്റ്റ് വീക്ക് ഹി സപ്ലൈഡ് 56 ലിറ്റേഴ്സ് ഇൻ ഓൾ. കഴിഞ്ഞ ആഴ്ച മണിക്കുട്ടൻ 56 ലിറ്റർ പാല് കൊടുത്തു. ഹൗ മച്ച് ഡിഡ് ഹി ഗേവ് ഈച്ച് ഓഫ് ദിസ് വീക്ക് ഓൺ ആവറേജ്? അതായത് ഓരോ ദിവസവും ഈ ആഴ്ചയിലെ ഓരോ ദിവസം എടുത്താൽ ആവറേജ് എത്ര പാലാണ് മണിക്കുട്ടൻ സപ്ലൈ ചെയ്തത്? മിൽക്ക് സപ്ലൈഡ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച എത്ര മിൽക്ക് സപ്ലൈ ചെയ്തു? 56 ലിറ്റർ. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ 1 വീക്ക്. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ഡേയ്സ്. അപ്പോൾ മിൽക്ക് സപ്ലൈഡ് ഇൻ ഈച്ച് ഡേ. ഒരു ദിവസം സപ്ലൈ ചെയ്ത മിൽക്ക് എങ്ങനെ കണ്ടുപിടിക്കും? 56 ഡിവൈഡഡ് ബൈ 7. 56 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. 7 × 8 ആണ് 56. റിമൈൻഡർ 0 വരും. അപ്പോൾ മിൽക്ക് സപ്ലൈഡ് ഇൻ ഈച്ച് ഡേ, ഒരു ദിവസം സപ്ലൈ ചെയ്ത മിൽക്ക് എത്രയാണ്? 8.
On 5 days, a man spent 300 rupees, 250 rupees, 270 rupees, 280 rupees and 290 rupees. 5 ദിവസങ്ങളിലായി ഒരാളുടെ ചിലവുകളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേ 300 rupees, രണ്ടാമത്തെ ദിവസം 250, തേർഡ് ഡേ 270, ഫോർത്ത് ഡേ 280 rupees ആൻഡ് ഫൈനൽ ഡേ 290 rupees. ഹൗ മച്ച് ഡിഡ് ഹീ സ്പെൻഡ് ഈച്ച് ഡേ ഓൺ ആവറേജ്? ഇങ്ങനെ 5 ദിവസത്തെ ചിലവ് തന്നിട്ട് ഒരു ദിവസം ആവറേജ് എത്ര രൂപ ചിലവാക്കി എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഇൻ 5 days, 5 ദിവസം സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം 300ഉം 250ഉം 270ഉം 280ഉം 290ഉം എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1390 എന്ന് കിട്ടും. 1390. ആവറേജ് മണി സ്പെൻഡ് ഓൺ ഈച്ച് ഡേ. ഇനി എത്ര ദിവസങ്ങളുണ്ട്? 5 ദിവസങ്ങൾ. അപ്പോൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത മണി എത്രയാണ്? 1390 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര കിട്ടും? 278. അവിടെ ഡിവിഷൻ നോക്കിയേ. 1390 ഡിവൈഡ് ബൈ 5. 5ൻ്റെ ടേബിളിൽ 13 ഉണ്ടോ? ഇല്ല, പക്ഷെ 10 ഉണ്ട്. 5 × 2 ആണ് 10. റിമൈൻഡർ 3 വരും. അപ്പോൾ 9 കൂടി നമ്മൾ താഴെ ഇറക്കും. അപ്പോൾ 5ൻ്റെ ടേബിളിൽ 39 ഉണ്ടോ എന്ന് നോക്കും. 39 ഇല്ല, 35 ഉണ്ട്. 5 × 7 35 ഉണ്ട്. അപ്പോൾ റിമൈൻഡർ 39 - 35 4 വരും. 0 കൂടി താഴെ ഇറക്കും. 5ൻ്റെ ടേബിളിൽ 40 ഉണ്ടോ? ഉണ്ട്. എപ്പോഴാണ്? 8ൽ. 5 × 8 ആണ് 40. അപ്പോൾ ആൻസർ 278 എന്ന് വരും. മനസ്സിലായല്ലോ? എപ്പോഴും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ എടുക്കണം. ടോട്ടൽ മണി സ്പെൻഡോ എന്താണെങ്കിലും ടോട്ടൽ എഴുതുക. മൊത്തം തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടി ടോട്ടൽ എഴുതുക. എത്ര ദിവസമുണ്ട് എന്നത് വെച്ച് താഴെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതിന് സ്പെൻഡിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇൻകത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്തൊരു ടേബിളാണ്. സുധീർ, രവി, രമേഷ്, സുഹേൽ, ജോസഫ്. ഇവരുടെ നേർക്ക് എന്താണുള്ളത്? ലെങ്ത്ത്. ഇവർക്ക് ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ട ലെങ്ത്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ ദർ ആർ 23 ബോയ്സ് ഇൻ ദ ക്ലാസ്. ഇവരെ പോലെ 23 കുട്ടികളുണ്ട്. ഇവരുൾപ്പെടെ 23 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഷുഡ് ബി ബോട്ട് ടു മേക്ക് ഷർട്ട്സ് ഫോർ ആൾ? എല്ലാവർക്കും കൂടി ഷർട്ട് തയ്ക്കാനായിട്ട് എത്ര തുണി വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണം. ഒരാൾക്ക് എത്ര വേണം, ആവറേജ് എത്ര ആയിരിക്കും വേണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ട് അതേ ഇൻറ്റു 23 ചെയ്യണം. അപ്പോഴായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോഴായിരിക്കും 23 ബോയ്സിന് എത്ര വേണം എന്ന് കിട്ടുക. അപ്പോൾ ആദ്യം നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ എടുക്കണം. 110 + 130 + 120 + 140 + 100 എടുത്ത് അതിൻ്റെ ആൻസർ 600 എന്ന് കിട്ടും. എന്നിട്ട് എത്ര പേരുടെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 5 പേരുടെ. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ 5ൻ്റെ ടേബിളിൽ 6 ഉണ്ടോ? ഇല്ല, പക്ഷേ 5 ഉണ്ട്. 1ൽ 10 വരും താഴെ. അത് കഴിഞ്ഞിട്ട് 5 × 2 ആണ് 10. വീണ്ടും റിമൈൻഡർ 0 വരും. ഒരു 0 മുകളിൽ പോവും. അപ്പോൾ എത്ര കിട്ടും? 120 എന്ന് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് 23 ബോയ്സിന് എത്ര ആകും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആവറേജ് ഇൻറ്റു 23 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആവറേജ് എത്ര എന്ന് കിട്ടി? 120 എന്ന് കിട്ടി. അപ്പോൾ 120 × 23 അല്ലെങ്കിൽ 23 × 120 ഏതായാലും സെയിം ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 2760 എന്നുള്ളതായിരിക്കും ആൻസർ കിട്ടുക. എപ്പോഴായിരുന്നാലും ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര പേരുടെ ആണ് തന്നിട്ടുള്ളത് ആ നമ്പർ എഴുതുക. ഇവിടെ ഇപ്പോൾ 5 പേരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര പേരാണ്? 5 പേര്. അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ആർ 34, 35, 32, 33, 31. മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ അറ്റൻഡൻസ് ആണ് തന്നിരിക്കുന്നത്. 34, 35, 32, 33 and 31. What is the average number of children who attend a class each day? അപ്പോൾ ഓരോ ദിവസവും എത്ര കുട്ടികളാണ് ആവറേജ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നല്ല ക്ലാസ്സിൽ വന്നതെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അതിപ്പോൾ എപ്പോഴും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ടോട്ടൽ മുകളിൽ നമ്പർ താഴെ. അപ്പോൾ ടോട്ടൽ വെച്ച് ആദ്യം എല്ലാം കണ്ടുപിടിക്കുക. ടോട്ടൽ നോക്കിയേ. 34 + 35 + 32 + 33 + 31 ചെയ്യുമ്പോൾ 165 കിട്ടും. ഇനി മൺഡേ മുതൽ ഫ്രൈഡേ വരെ എത്ര ദിവസമുണ്ട്? 5 ദിവസമുണ്ട്. അത് അപ്പോൾ 165 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യണം. അപ്പോൾ 33 എന്ന് കിട്ടും. 5ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 16 വരുന്നത്? 16 വരത്തില്ല അല്ലേ? അപ്പോൾ അതിന് മുമ്പുള്ള സംഖ്യ 15 ആണ്. 5 × 3 15 വരും. പിന്നെ വീണ്ടും റിമൈൻഡർ നോക്കുമ്പോൾ 1 വരും. പിന്നെ 5 നമ്മൾ താഴെ ഇറക്കും. വീണ്ടും 15 വരും. 5ൻ്റെ ടേബിൾ 3ലാണ് 15 വരുന്നത്. അപ്പോൾ റിമൈൻഡർ 0 വരും. 165 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 33 എന്ന് കിട്ടും.
അപ്പോൾ ആവറേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. മൊത്തം ടോട്ടൽ എടുക്കുക, എന്നിട്ട് എത്ര നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേയ്സിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ, മൺഡേ ടു സാറ്റർഡേ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഡേയ്സ് എത്ര ഡേയ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം അത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ടോട്ടൽ എടുക്കുക, എന്നിട്ട് ഡേയ്സ് തന്നിട്ടുള്ളത് എത്ര ഡേയ്സ് ആണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5 ദിവസങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The table shows the amount of electricity used in Majid house for some months. അപ്പോൾ മജീദിൻ്റെ വീട്ടിൽ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി ആണ്, ഓരോ മാസം ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി എത്ര യൂണിറ്റ് ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം എത്ര ആവറേജ് ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിൽ ഡേയ്സ്, ഇവിടെ എന്താണ് മന്ത് ആണ്. അപ്പോൾ മന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ ഇലക്ട്രിസിറ്റി യൂസ്ഡ് കണ്ടുപിടിക്കണം. എത്ര ഇലക്ട്രിസിറ്റി ആണ് മൊത്തത്തിൽ ഉപയോഗിച്ചത്. 85 + 90 + 75 + 82 + 78. അപ്പോൾ 410 എന്ന് കിട്ടും. 410. എത്ര മന്ത്സ് ഉണ്ട് ഇവിടെ? ടോട്ടൽ മന്ത്സ് 5 ആണ്. ജനുവരി മുതൽ മെയ് വരെ 5 മാസങ്ങളാണുള്ളത്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ 410 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യുക. ആൻസർ 82 എന്ന് കിട്ടും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കി നിങ്ങൾ 410 ഡിവൈഡഡ് ബൈ 5. 5ൻ്റെ ടേബിളിൽ 41 ഉണ്ടോ? ഇല്ല, പക്ഷേ 40 ഉണ്ട് 8ൽ. 5 × 8 40, പിന്നെ റിമൈൻഡർ 10 വരും. 5 × 2 10. അപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ 0 എന്ന് വരും. പിന്നെ നോക്കിയേ, വാട്ട് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ആവറേജ്. ആവറേജിൽ കൂടുതൽ ഉപയോഗിച്ചത് ഏതൊക്കെ മാസങ്ങളിലാണ്? അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 82 ആണ്. അതിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചത് ഏതെല്ലാം മാസങ്ങളിലാണ്? ജാനുവരിയിൽ 85 ആണ് ഉപയോഗിച്ചത്. 85 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു. ആവറേജ് എന്ന് പറയുന്നത് 82 യൂണിറ്റ് ആണ്. അപ്പോൾ അത് എന്തായാലും കൂടുതലാണ് ആവറേജിൽ. പിന്നെ ഫെബ്രുവരിയിൽ 90 ആണ്, അതും ആവറേജിൽ കൂടുതലാണ്. മാർച്ച് 75 ആണ്, എന്തായാലും 82ൽ കുറവാണ്, അപ്പോൾ അത് വരത്തില്ല. ഏപ്രിലിൽ 82 ആണ്, അതായത് ഈക്വൽ ആണ്, അപ്പോൾ അത് കൂടുതലാണ് എന്ന് പറയാൻ പറ്റത്തില്ല. മെയ്യിൽ 78 ആണ്. 78ഉം എന്തിൽ കുറവാണ്? 82ൽ കുറവാണ്, ആവറേജിൽ കുറവാണ്. അപ്പോൾ ആവറേജിൽ കൂടുതൽ ഏതൊക്കെ മാസങ്ങളിലാണ് കറണ്ട് യൂസ് ചെയ്തത്? ജാനുവരി ആൻഡ് ഫെബ്രുവരി. The weight of players in a team are 68, 72, 80, 70, 60 and 70 kilograms. അപ്പോൾ ഒരു ടീമിലെ പ്ലെയേഴ്സിൻ്റെ കളിക്കാരുടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെയിറ്റ് ഓഫ് എ പ്ലെയർ ഇൻ ദ ടീം, ആവറേജ് വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലത് ഓർക്കുക, ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കണം. എപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും ഒരുപാട് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതെല്ലാം ആഡ് ചെയ്യണം, എന്നിട്ട് അത് എത്ര സംഖ്യകളുണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് എളുപ്പമാണ്. അപ്പോൾ 68 + 72 + 80 + 70 + 60 + 70 ഇതെല്ലാം കൊണ്ട് കൂട്ടുക. ഇനി ഇവർ എത്ര പ്ലെയേഴ്സ് ഉണ്ട്? 6 പ്ലെയേഴ്സ്. അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. 420 ഡിവൈഡഡ് ബൈ 6 = 70 എന്ന് കിട്ടും. 420 6 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 6ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 42 വരുന്നത്? 7. 6 × 7 ആണ് 42. പിന്നെ 0 വരും, മുകളിലത്തെ 0യുടെ താഴെ വരും. ആ 0യുടെ നമ്മൾ വീണ്ടും മുകളിൽ കൊണ്ടുപോകും. അപ്പോൾ 420 ഡിവൈഡഡ് ബൈ 6 = 70 എന്നാണ് ആൻസർ കിട്ടുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 8 days ഈസ് 1840 rupees. ഒരാളുടെ 8 ദിവസത്തെ ഇൻകമാണ് 1840 എങ്കിൽ ഒരു ദിവസത്തെ ആവറേജ് ഇൻകം എത്രയാണ്? 8 ദിവസത്തെ ഇൻകം തന്നിട്ടുണ്ട്, ഒരു ദിവസത്തെ ഇൻകം കണ്ടുപിടിക്കണം, ആവറേജ് ഇൻകം കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഇൻകം ഈക്വൽ ടു 1840, നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു 8, ആവറേജ് ഈക്വൽ ടു 1840 ഡിവൈഡഡ് ബൈ 8 എന്ന് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 230 എന്ന് കിട്ടും. അപ്പോൾ 1840 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് നോക്കിയേ. 8ൻ്റെ ടേബിളിൽ 18 ഉണ്ടോ? ഇല്ല. അപ്പോൾ 16 ഉണ്ട്, അതിന് മുന്നേ 16 മാത്രമേ ഉള്ളൂ. അപ്പോൾ 8 × 2 ആണ് 16. പിന്നെ 2 വരും, റിമൈൻഡർ ആയിട്ട് 4 കൂടി താഴേക്ക് ഇറക്കും. അപ്പോൾ 8ൻ്റെ ടേബിളിൽ 24 ഉണ്ട്, 3യിലാണ് 24 വരുന്നത്. 8 × 3 24. പിന്നെ 0 വരും, പിന്നെ ഒരു 0 കൂടി താഴെ വരും. ആ 0 നമ്മൾ വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോഴാണ് 1840 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1840 ഡിവൈഡഡ് ബൈ 8 = 230 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പാർട്ട് 1 ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് നോക്കിയത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക.